നമസ്കാരം. കത്തയക്കാൻ പോലും കാശില്ലാതെ വന്നതോടെ ഖജനാവിലേക്ക് കോടികൾ പിരിവ് വരുന്ന പിഴ നോട്ടീസുകൾ കെട്ടിക്കിടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉപ്പ് വാങ്ങാൻ പോലും ഗതിയില്ലാതായ സർക്കാർ ഒടുവിൽ കാലിയായ ഖജനാവിലെ കൊഞ്ചിയും കുടുക്കയുമൊക്കെ പൊട്ടിച്ച് ചില്ലറ പൈസ അനുവദിച്ചെങ്കിലും അതും എത്തേണ്ടിടത്തെത്താതെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. പണം വന്നാലല്ലേ പണി നടക്കൂ. അതുകൊണ്ട് AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്കുള്ള നോട്ടീസ് അയക്കുന്ന പരിപാടി ഇതുവരെയും പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പതിനായിരക്കണക്കിന് നോട്ടീസുകളാണ് തപാലിൽ അയക്കാനുള്ളത്. ക്യാമറ വെച്ചതും തുടർകാര്യങ്ങൾ നടത്തുന്നതുമൊക്കെ കെൽട്രോണാണ്. കോടികളുടെ കുടിശ്ശിക കാരണം കെൽട്രോൺ പ്രവർത്തനമെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. സർക്കാർ അനുവദിച്ചു എന്ന് പറയുന്ന പണം എത്താത്തതിനാൽ പണി പുനരാരംഭിക്കാൻ കഴിയാതെ കുഴങ്ങുകയാണവർ. കുടിശ്ശിക തീർക്കാൻ സർക്കാർ ഉത്തരവ് ഇറങ്ങിയെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല. ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ നിയോഗിച്ച കരാർ ജീവനക്കാരെ ശമ്പളം കൊടുക്കാനാവാത്തത് കാരണം കമ്പനി പിൻവലിച്ചിരുന്നു. സർക്കാർ കുടിശ്ശിക അനുവദിച്ചതോടെ അവർ വീണ്ടും എത്തി നോട്ടീസ് തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ പണം കിട്ടിയാലേ കെൽട്രോണിന് തപാൽ വകുപ്പിനുള്ള കുടിശ്ശിക തീർക്കാൻ കഴിയൂ. സ്റ്റാമ്പ് ഒട്ടിച്ചതിൻ്റെ കടം വീട്ടാനാവാത്തതിനാൽ നോട്ടീസ് അയക്കുന്നത് മുടങ്ങിയിട്ട് ദിവസം 20ആയി. KSEBിക്കുള്ള കുടിശ്ശിക തീർക്കാത്തതിനാൽ കൺട്രോൾ റൂമുകളുടെ ഫ്യൂസ് ഊരുമെന്ന സ്ഥിതിയുമുണ്ട്. ഈ ഘട്ടത്തിലാണ് കെൽട്രോണിന് ആദ്യ ഗഡുവായി 9.39 കോടി രൂപ നൽകാൻ സർക്കാർ ഉത്തരവായത്. 3 മാസത്തെ കുടിശ്ശികയായി 11 കോടി രൂപ നൽകാനുള്ള സ്ഥാനത്താണ് സർക്കാർ 9 കോടി നുള്ളിയൊപ്പിച്ചു കൊടുത്തത്. അതാവട്ടെ എത്തേണ്ടിടത്ത് എത്തിയിട്ടുമില്ല. വരും, വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് കെൽട്രോൺ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹെൽമറ്റ് ഇടാതെയും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും യാത്ര ചെയ്യാമെന്ന് ആരും കരുതേണ്ട. ക്യാമറകളിൽ പതിയുന്ന നിയമലംഘനങ്ങൾ ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നോട്ടീസ് അയക്കുന്നില്ലെന്നേയുള്ളൂ. ഓരോ ജില്ലയിലും 2000-ലധികം നോട്ടീസാണ് അയക്കാനുള്ളത്. കരാർ കമ്പനിക്ക് പണം കൊടുക്കാനുള്ളതിനാൽ ക്യാമറയിൽ കുടുങ്ങുന്ന നിയമലംഘകർക്ക് നോട്ടീസ് അയക്കുന്നത് മുടങ്ങിയെന്ന് കഴിഞ്ഞയാഴ്ചയാണ് വാർത്തകൾ പുറത്തു വന്നത്. 1 മാസത്തോളമായി കരാർ കമ്പനിയായ കെൽട്രോൺ തപാൽ മാർഗം നോട്ടീസ് അയക്കുന്നില്ലെന്നായിരുന്നു റിപ്പോർട്ട്. ഇത് ക്യാമറയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും നിയമലംഘനങ്ങളുടെ പിഴ എന്നിവ ഏകോപിപ്പിക്കുന്നതുമായ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായും വിവരമുണ്ടായിരുന്നു. സാധാരണയായി ക്യാമറ നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനം ഉടമയ്ക്ക് ഫോണിൽ ഉടൻ അറിയിപ്പ് ലഭിക്കാറുണ്ട്. എന്നാൽ ഫോൺ നമ്പറും വാഹന നമ്പറുമായി ബന്ധിപ്പിച്ചാലേ ഇത് സാധ്യമാകൂ. അല്ലാത്തവരുടെ ഫോണിൽ അറിയിപ്പ് ലഭിക്കാറില്ല. അത്തരക്കാർക്ക് തപാൽ മാർഗം നോട്ടീസ് ലഭിച്ചാലേ നിയമലംഘനത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. എന്നാൽ 1 മാസമായി നോട്ടീസ് അയക്കാത്തതിനാൽ പിഴയെക്കുറിച്ച് പലരും അറിയുന്നില്ല. ആദ്യ ഗഡുവായി സർക്കാർ കെൽട്രോണിന് നൽകേണ്ടിയിരുന്നത് 11.79 കോടി രൂപയാണ്. പ്രതിമാസം 1 കോടി രൂപയോളം സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചാണ് പദ്ധതി കെൽട്രോൺ നടത്തുന്നതെന്നായിരുന്നു വിലയിരുത്തൽ. ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും കൺട്രോൾ റൂം പ്രവർത്തനത്തിനും മറ്റുമാണ് പണം വേണ്ടത്. AI ക്യാമറ പ്രവർത്തനം ആരംഭിച്ച് 6 മാസം പിന്നിടുമ്പോഴാണ് ഈ പ്രതിസന്ധി. നിയമലംഘനങ്ങളിൽ നിന്ന് 33 കോടി രൂപ സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇനിയും കോടികൾ കിട്ടാനുള്ള നോട്ടീസുകളാണ് കൺട്രോൾ റൂമുകളിൽ പൊടിപിടിച്ച് കിടക്കുന്നത്. പാസാക്കിയ പണം ഉടൻ കിട്ടിയാൽ കുടിശ്ശിക തീർത്ത് വീണ്ടും നോട്ടീസ് അയക്കുന്ന പ്രവൃത്തി പുനരാരംഭിക്കാം എന്ന പ്രതീക്ഷയിലാണ് കെൽട്രോൺ. പാസാക്കിയെങ്കിലും തൃശങ്കുവിൽ നിൽക്കുന്ന പണം എപ്പോൾ അക്കൗണ്ടിൽ വരും എന്ന തീർച്ചയില്ലാതെ കാത്തിരിക്കുകയാണ് കെൽട്രോൺ. ഈ അനിശ്ചിതാവസ്ഥ ഉടൻ നീക്കണമെന്ന അവരുടെ പ്രാർത്ഥന സർക്കാർ ഉടൻ പരിഗണിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.